2 തിമോത്തി 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-8 വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാൻ തോന്നും. പൗലോസിലെ പറയാണ്, ധൈര്യമായിട്ടിരിക്കണം. നമ്മളെ വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ധൈര്യമായിട്ടിരിക്കണം, ഈശോയിൽ വിശ്വസിക്കണം. 2 തിമോത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെ വാക്യം പൗലോസിൽ ഇങ്ങനെ പറഞ്ഞു തരും, എന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഇങ്ങനെ തളർന്ന് പേടിച്ച് വിറച്ചിരിക്കാനുള്ളവരല്ല നമ്മൾ. പേടി, സങ്കടവും കരച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു ശക്തിയുണ്ട്, ദൈവത്തിന്റെ ഒരു ശക്തി. ആ ശക്തിയിൽ എഴുന്നേക്കണമെന്ന് പൗലോസിലെ പറയണം. തൊട്ടടുത്ത വാക്യം 8-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. തുടർന്ന് വായിച്ചേ, അവന്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിതനാവരുത്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക. പൗലോസിലെ പറയാണ്, നിനക്കൊരു ധൈര്യത്തിന്റെ ആത്മാവിനെ ഈശോ തന്നിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു അസാമാന്യമായി ധൈര്യം തന്നിട്ടുണ്ട്. പക്ഷെ അപ്പം തന്നെ ക്ലേശങ്ങളും ഉണ്ട്, അല്ലേ? ക്ലേശങ്ങളും ഉണ്ട്. ആ ക്ലേശങ്ങൾ എങ്ങനെയായിരിക്കണം? സുവിശേഷത്തെ പ്രതി നീ ആ ക്ലേശങ്ങൾ സഹിച്ച് സാക്ഷ്യമായിട്ട് മാറണം. അതെങ്ങനെയാ സാക്ഷ്യമായിട്ട് മാറുന്നതെന്നറിയോ? ഇപ്പൊ ഒത്തിരി സഹിച്ചു, ഒത്തിരി വേദനിച്ചു, ഒത്തിരി സങ്കടത്തിൽ തോറ്റ് കീറി മുറിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ പറയാണ്, സങ്കീർത്തനം 31 പറഞ്ഞ പോലെ, നിങ്ങൾ കർത്താവിനെ മാത്രമേ അഭയം തേടുന്നുള്ളൂ, കർത്താവ് എന്നെ ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ചിലപ്പം കളിയാക്കും, വീട്ടുകാർ ചിലപ്പോൾ കളിയാക്കും. ശരിയല്ലേ? നാണമുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാന്നൊക്കെ പറയും. ഇത്രയും പണി കിട്ടിയിട്ടും ഇനിയും കർത്താവിനെ മുറുകെ പിടിക്കുവാണെന്നൊക്കെ ചോദിക്കും. അവിടെയാണ് ആ ക്ലേശങ്ങളിൽ സുവിശേഷത്തിന് നീ സാക്ഷ്യം വഹിക്കുന്നു. അവിടെയാണ് നിങ്ങളൊരു വചനപ്രഘോഷകരായിട്ട് മാറുന്നത്. മൈക്കല്ല, മൈക്കിന്റെ സ്റ്റാൻഡല്ല, ഇങ്ങനെ ഒരു അൾത്താരയല്ല. ജീവിതത്തിന്റെ ക്ലേശങ്ങൾ നിങ്ങളെ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റും. കാരണം ആ ക്ലേശങ്ങളിൽ നിങ്ങൾ ഈശോയെ തള്ളിപ്പറയാതെ എന്നെ ഈശോ പരസ്യമായിട്ട് ഉണർത്തും, സാക്ഷ്യമാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നാൽ യു ആർ ബിക്കമിങ് ആൻ ഇവാഞ്ചലിസ്റ്റ്. നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകൻ, സുവിശേഷ പ്രഘോഷയാകുകയാണ്. വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം